ഒഡെപെക് വിദേശ പഠന പ്രോഗ്രാമിന്റെ ഭാഗമായി വിദേശ വിദ്യാഭ്യാസ പ്രദർശനം കൊച്ചിയിൽ നടന്നു. വിവിധ രാജ്യങ്ങളിലെ ഉപരിപഠനത്തെക്കുറിച്ചും ഈ മേഖലയിലെ നിലവിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാനുള്ള അവസരമാണ് ഒഡെപെക് പ്രദർശനത്തിലൂടെ ഒരുക്കിയത്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, അയർലൻഡ്, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 30-ൽ പരം സർവകലാശാലകളുടെ പ്രതിനിധികൾ ഇംപീരിയൽ റീജിയൻസിൽ നടന്ന പ്രദർശനത്തിൽ പങ്കെടുത്തു. ശരത്ത് ചേരുന്നു. ശരത്ത്, വിശദാംശങ്ങൾ. ഷമി, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുക എന്ന സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ആഗ്രഹത്തിന് ഏറ്റവും വലിയ ഭീഷണി അല്ലെങ്കിൽ അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, വലിയ പണം മുടക്കി തങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ തങ്ങൾ പറ്റിക്കപ്പെടുമോ എന്നുള്ളതാണ്. അതിന് പ്രതിവിധിയായിട്ടാണ് സർക്കാർ വിദേശ റിക്രൂട്ടിംഗ് ഏജൻസിയായ ഒഡെപെക് ഇത്തരത്തിലൊരു എഡ്യൂക്കേഷണൽ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 30ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് 30ഓളം യൂണിവേഴ്സിറ്റികളിൽ വിദേശ രാജ്യങ്ങളിലെ 30ഓളം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിവിധ ആളുകളാണ് വരുന്നത്. അവർ കൃത്യമായിട്ട് ഇത്തരത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ കാണുന്നു. വിദ്യാർത്ഥികളെ കണ്ട് അവർക്ക് താല്പര്യമുള്ള കോഴ്സുകളുമായി സംസാരിക്കുന്നു. അതിൽ വിദ്യാർത്ഥികളുടെ സാധ്യത, അത്തരം കാര്യങ്ങൾ ഈ ഇത്തരം എഡ്യൂക്കേഷണൽ എക്സ്പോയിൽ ചർച്ചയാവുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇത്തരത്തിൽ അവരൊരു അഡ്മിഷൻ എടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇത്തരത്തിൽ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് തന്നെ വിവിധ രീതിയിലുള്ള ബാങ്കിങ് സേവനങ്ങൾ, അതായത് പലിശ കുറഞ്ഞ രീതിയിലുള്ള ലോണുകൾ നൽകുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കുകളുടെ സ്റ്റാളുകളും ഇത്തരത്തിൽ ഒഡെപെക് സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിദേശത്ത് പഠിക്കുക എന്ന ഒരു വിദ്യാർത്ഥിയുടെ ആഗ്രഹത്തിന് സർക്കാർ തന്നെ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഷമി, കഴിഞ്ഞ ദിവസം കൊച്ചിയിലാണ് സംഘടിപ്പിച്ചിരുന്നത്. ഇന്ന് തൃശ്ശൂർ സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ബിനി ടൂറിസ്റ്റ് ഹോമിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒഡെപെക്കിന്റെ എഡ്യൂക്കേഷണൽ എക്സ്പോയിൽ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുകയും തങ്ങളുടെ വിദേശ പഠന സാധ്യതകൾ ഇതിന്റെ പഠന സാഹചര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന പ്രദർശനം തൃശ്ശൂരിൽ നടന്നു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.